ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ TG മോഹൻദാസിനെ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അമിത് ഷാ ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, ഞങ്ങൾ ഒരിക്കലും യുവാക്കൾക്കൊപ്പം നിൽക്കാതിരിക്കുന്നില്ല എന്ന് പച്ചക്കള്ളം വിളിച്ച് പറയുമ്പോൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ RSS മറ്റൊരു വശത്തും, ഇങ്ങേ വശത്ത് ഇവർ ജനങ്ങളുടെയും യുവാക്കളുടെയും മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടി ഇവർ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ് എന്ന്. അവിടെ സമരം ചെയ്ത സമയത്ത് എത്ര വലിയ ക്രൂരമായാണ് കേന്ദ്ര പോലീസ് അവരെ ആക്രമിച്ചത്. ഇതുവരെ അവർക്കില്ലാത്ത മനോവിഷമം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതേ BJP സർക്കാർ തന്നെ പറയുകയാണ് ജിഹാദികളെന്നും അതേസമയം ഭീകരവാദികളെന്നും ഇതേ കുട്ടികളെ തന്നെ ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഭീകരവാദി, ആരാണ് തീവ്രവാദി? നാം തന്നെ ചിന്തിക്കണം. അമിത് ഷാ ഇപ്പോൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു എന്ന്. ആരെ പ്രീതിപ്പെടുത്താനാണ് ഇത്തരം നാടകങ്ങൾ? അവരുടെ ഫാസിസ്റ്റ് നയങ്ങൾ അവിടെ ഉത്തരേന്ത്യയിൽ നടക്കും, പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത് വേവില്ല. വർഷങ്ങളായി കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു കലാപമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ഒരു അനൈക്യമുണ്ടാക്കാനോ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ഭരണത്തിൽ കയറിയത് മുതലേ ഇവരുടെ RSSൻ്റെ പല ശ്രമങ്ങളും ഇതിന് പിറകിൽ തന്നെയാണ്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പരസ്യമായി TG മോഹൻദാസ് വെടിവെച്ച് കൊല്ലണമെന്ന് പറയാൻ മാത്രം എന്ത് തെറ്റായിരുന്നു ആ മക്കൾ ചെയ്തത്? സ്വന്തം നീതി നിഷേധിക്കപ്പെട്ടതോ, സ്വന്തം നീതിക്ക് വേണ്ടി അവർ പോരാടിയതോ? BJP സർക്കാരിലെ മന്ത്രിമാരും അമിത് ഷായും മോഡിയൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. TG മോഹൻദാസിനെ പോലെയുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ മക്കൾ നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ അവരോട് ചർച്ചയിൽ നേരിടേണ്ട, മുന്നോട്ട് പോവേണ്ട കാര്യങ്ങൾ അധികാരികൾ എന്താണ് ചെയ്തത്? അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, ഞങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അതേ ഇവരുടെ പ്രവർത്തകരിൽ നിന്ന് തന്നെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഇതിനെ എന്ത് രാജ്യസ്നേഹം എന്നാണ് നാം വിളിക്കേണ്ടത്? രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന് പ്രധാനമന്ത്രിയും അമിത് ഷായും വിളിച്ചു പറയുമ്പോൾ, അതേ മക്കളെ വെടിവെച്ച് കൊല്ലണം എന്ന് TG മോഹൻദാസ് വിളിച്ചു പറയുമ്പോൾ, ഇവരെയൊക്കെ പ്രത്യയശാസ്ത്രത്തിൽ ഏത് രൂപത്തിലാണ് ഇതിന് രാജ്യസ്നേഹം എന്ന് പറയുന്നത്? ഇത്തരം മാനസികാവസ്ഥയെ എങ്ങനെയാണ് രാജ്യസ്നേഹമായി കാണാൻ കഴിയുക? ആരാണ് ഭീകരവാദി, ആരാണ് ഫാസിസ്റ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ചില സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു യുവാക്കളുടെ സമരം. അമിത് ഷാ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാജ്യത്തിലെ BJPയിലെ പദവിയേക്കാൾ ഏറ്റവും വലുത് രാജ്യത്തിലെ യുവാക്കൾ തന്നെയാണ് എന്ന്. അതേസമയം TG മോഹൻദാസിൻ്റെ ഇത്തരം കൊലവിളികളും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ് എന്ന് എൻ്റെ വീഡിയോ കാണുന്ന BJPക്കാർ തന്നെ പറഞ്ഞു തരണം. ഒരു വശത്ത് പദവിയേക്കാൾ വലുത് രാജ്യത്തിലെ യുവാക്കളാണ് എന്നും, അതേ മറുവശത്ത് ഈ യുവാക്കളെ വെടിവെച്ച് കൊല്ലണം എന്നും മുറവിളി കൂട്ടുമ്പോൾ എന്താണ് നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഏതാണ് ഇവരുടെ യഥാർത്ഥ മുഖം? നീറ്റ് സമരവും കർഷക സമരവും ഗുസ്തി മത്സരക്കാരുടെ സമരവുമെല്ലാം യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു. അന്നെല്ലാം സംഭവിച്ചത് BJP സർക്കാർ അവരെയെല്ലാം അടിച്ചൊതുക്കാൻ മാത്രമായിരുന്നു. ഇന്ന് CJP ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ BJP സർക്കാർ നെട്ടിപ്പോയി. അടിച്ചമർത്തലുകൾ എന്നും വില പോകില്ല എന്നുകൂടെ ഇതിൽ നിന്നും അമിത് ഷായും മോഡിയും BJP സർക്കാരും മനസ്സിലാക്കിയാൽ നന്നാവും. യുവാക്കളെ സ്നേഹിക്കുന്നവർ തന്നെ സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ തന്നെ ഇവരെ വെടിവെച്ച് കൊല്ലണം എന്നും പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുക? രാജ്യത്തെ യുവാക്കൾക്കൊപ്പമാണ് എന്ന് പറയുന്നവർ രാജ്യത്ത് ഒരു വലിയ കൊള്ളരതായ്മ നടന്നപ്പോൾ അതിനെതിരെ യുവാക്കൾ സമരം ചെയ്തപ്പോൾ അവരെ അടിച്ചൊതുക്കാൻ നോക്കിയ
ഇവർ തന്നെ എങ്ങനെയാണ് ഞങ്ങൾ യുവാക്കളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ തട്ടി ഇവർക്ക് പറയാൻ കഴിയുക? ഇവർക്ക് എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധിയാകാൻ കഴിയുക? രാജ്യത്തെ സമാധാനവും യുവാക്കളുടെ സ്നേഹവും യുവാക്കൾക്കാണ് നിങ്ങൾ സ്ഥാനം നൽകുന്നത് എങ്കിൽ ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള മനുഷ്യരെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കുന്ന പ്രത്യയശാസ്ത്രം തന്നെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാലുവെട്ടാനും അവരെ വെടിവെച്ച് കൊല്ലാനുമുള്ള തീരുമാനമുള്ള ടി.ജി. മോഹൻദാസിനെ പോലെയുള്ളവരെ കേരളത്തിൽ ഒരിക്കലും കാലുകുത്താൻ അനുവദിക്കരുത്. ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണം ഒരു മാതൃക മാത്രമാണ്. ഇവിടെ കേരളം പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാ ജനദ്രോഹ പ്രവർത്തനങ്ങൾക്കും കൊലവിളികൾക്കുമെതിരെ കേരളം ഒന്നിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും.